എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചത്, ഒരു ഭർത്താവും ഭാര്യയും ധ്യാനത്തിന് വന്നു. ഈ ഭർത്താവ് രണ്ട് കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് ഭാര്യയെ വിട്ടിട്ട് പോയൊരു ഭർത്താവാണ്. രോഗാവസ്ഥയിലുള്ളൊരു മകൻ, ആ മകൻ മരിച്ചുപോയി. പിന്നൊരു മകള്, ആ മകളെ വളർത്തി, ആ മകളെ വിവാഹപ്രായം എത്തിയപ്പോൾ വിവാഹം കഴിച്ചു വിട്ടു. ഇതെല്ലാം ഒറ്റയ്ക്ക് ചെയ്ത ഒരു സ്ത്രീ. ഈ ഭർത്താവ് സ്വന്തം ഇഷ്ടപ്രകാരം മകൻ്റെ രോഗാവസ്ഥ വന്നപ്പോൾ അതിനോട് കൂടെ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ഭാര്യയെയും മക്കളെ ഉപേക്ഷിച്ച് പോയവർ, ഒറ്റപ്പെട്ട് വീട്ടുജോലി ചെയ്ത് ഈ സ്ത്രീ ജീവിച്ചു. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഒന്ന് സ്വസ്ഥമായപ്പോഴാണ് രോഗിയായിട്ട് ഈ ഭർത്താവ് തിരിച്ചു വരുന്നത്. എല്ലും തോലുമായി, കണ്ടാൽ അറപ്പ് തോന്നുന്നൊരു പ്രകൃതമായി ഈ മനുഷ്യൻ തിരിച്ചു വരുന്നു. അവർ ധ്യാനത്തിന് വന്ന് പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഈ സഹോദരനോട് പറഞ്ഞു, അച്ചോ, എൻ്റെ ഹസ്ബൻഡിന് HIV പോസിറ്റീവാണ്, എയ്ഡ്സ് ആണ്. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് ഞാൻ ഒരു കാര്യം പറഞ്ഞു, നമുക്ക് ഡിവൈനിൽ ഒരു എയ്ഡ്സ് ഹോമുണ്ട്, അവിടെ നിൽക്കാനുള്ള ക്രമീകരണം ഞാൻ ചെയ്താലോ? സഹോദരി, ഡിവൈനിൽ ശുശ്രൂഷ ചെയ്യും, ഡിവൈനിൽ നിൽക്ക്. വേണ്ടച്ചോ, ഞാൻ നോക്കിക്കോളാം. എന്നിട്ട് ഈ മനുഷ്യന് നടക്കാൻ, കാലിലൊരു ഒടിവുണ്ട്, നടക്കാൻ ബുദ്ധിമുട്ട്. അപ്പം എന്നോട് പറഞ്ഞു, അച്ചോ, ക്ലാസ് കഴിയുന്നതിന് ഇത്തിരി നേരത്തെ മുമ്പ് ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടുമോ? ഞാൻ പറഞ്ഞു, നിങ്ങൾ പോയി ഭക്ഷണം കഴിച്ചോ. ഒരു ദിവസം ഞാൻ കുർബാന കഴിഞ്ഞ് ധ്യാനക്കാരെ വിട്ടിട്ടില്ല, ഈ ഭക്ഷണം കഴിക്കുന്ന ഊട്ടുമുറിയിലേക്ക് ചെല്ലുമ്പോൾ ഈ കൊച്ചു കുട്ടികൾക്ക് അമ്മമാർ ഭക്ഷണം വാരി കൊടുക്കുന്നത് പോലെ ഈ ഭർത്താവിന് ഈ സ്ത്രീ ഭക്ഷണം വാരി കൊടുക്കുകയാണ്, ചുണ്ട് തുടച്ചു കൊടുക്കുകയാണ്, മുഖം സാരിത്തുമ്പ് കൊണ്ട് ഒപ്പിക്കൊടുക്കുകയാണ്. ഇത് കണ്ട്, ഈ ചിത്രം കണ്ട് ഞാൻ തിരികെ നടക്കുമ്പോൾ എൻ്റെ മനസ്സിലായി ഈശോ പറഞ്ഞ വചനത്തിനർത്ഥം, കൃപ ലഭിച്ചവർക്ക് ഇത് മനസ്സിലാകൂ. 10-16 വർഷം മുമ്പ് ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ തന്നെയും കുട്ടികളെയും വിട്ടിട്ട് പോയ ഭർത്താവ് ഇന്ന് സകല തിന്മകളിലും സകല സുഖങ്ങളിലും ഇഷ്ടം പോലെ മുഴുകി, ഇന്ന് രോഗാവസ്ഥയിൽ ആരും നോക്കാനില്ലാതെ തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ട അവസ്ഥയിൽ തിരിച്ചു വരുമ്പോൾ ഈ സ്ത്രീ ഒരു അത്ര വിശുദ്ധമായ ഒന്നിനെ നോക്കുന്നത് പോലെ ഈ സ്ത്രീ നോക്കുന്നു.